ശബരിമല മണ്ഡലകാലം ആരംഭിച്ചതോടെ ഇടുക്കി കുമളിയിൽ അയ്യപ്പ ഭക്തർ ദുരിതത്തിലാണ്. അയ്യപ്പ ഭക്തർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കുമളി ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് തുറന്നു നൽകുന്നതിൽ തടസ്സമുന്നയിക്കുകയാണ് വനംവകുപ്പ്. സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നതിനാൽ ഭക്തർക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് നൽകാൻ ആകില്ല എന്നാണ് വനംവകുപ്പിന്റെ വാദം. എന്നാൽ അത്തരത്തിൽ ഒരു വിധിയില്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഭക്തർ. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഈ ഭക്തരുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണ്. ഒരു ഭാഗത്ത് ജില്ലാ ഭരണകൂടവും മറുഭാഗത്ത് വനംവകുപ്പ്. എന്താണ് ഈ വനംവകുപ്പ് ഉന്നയിക്കുന്ന വാദം? എന്തുകൊണ്ടാണ് ഭക്തർക്ക് അവിടെ ഒരു പാർക്കിംഗ് നൽകുന്നതിലുള്ള തടസ്സം? സുബിൻ. ആയിരത്തിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട്. ഈ കുമളിയിലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളുടെയും വാഹനം പാർക്ക് ചെയ്യുന്ന ലക്ഷ്യത്തോടുകൂടി ടൂറിസം വകുപ്പ് ആണ് ഈ വനം വകുപ്പിന്റെ സ്ഥലത്ത് ഇത് നിർമ്മിച്ചത്. ഈ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിച്ചത്. ഇതിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുകയാണ്. വാഹനങ്ങൾ അവിടെ പ്രവേശിക്കുന്നില്ല, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നില്ല. ഈ അയ്യപ്പ മണ്ഡലകാല സമയത്ത് ഇത്തരത്തിൽ ഈ ഒരു പാർക്കിംഗ് ശൂന്യമായി കിടക്കുന്ന ആ പാർക്കിംഗ് സൗകര്യം അയ്യപ്പ ഭക്തർക്ക് തുറന്നു നൽകണമെന്നൊരു ആവശ്യം കുമളി ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് വച്ചിരുന്നു. ഇത് ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതായത് ഈ പാർക്കിംഗ് ഗ്രൗണ്ട് അയ്യപ്പ ഭക്തർക്ക്, ശബരിമല തീർത്ഥാടകർക്ക് തുറന്നു നൽകണമെന്നൊരു നിർദ്ദേശം വനംവകുപ്പിന് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ വനംവകുപ്പ് ഇത് പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും അവർ പറയുന്ന ഒരു വാദം എന്നുള്ളത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുകയാണ്. തമിഴ്നാട് ഈ ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഗ്രൗണ്ട് വിട്ടു നൽകാനാകില്ല എന്നൊരു നിലപാട് വനംവകുപ്പ് എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു വാദം എന്നുള്ളത് ഈ ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്. ഈ പെരിയാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം പരിപാടികൾക്ക് വേണ്ടി മാത്രമേ അവരുടെ സ്ഥലം, അതായത് വനംവകുപ്പിന്റെ സ്ഥലം വിട്ടു നൽകാനാവൂ. അതുകൊണ്ട് തന്നെ ഈ ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം അത്തരത്തിൽ വിട്ടുകൊടുക്കാനാകില്ല എന്നൊരു നിലപാടാണ് ഈ പ്രധാനമായും വനംവകുപ്പ് സ്വീകരിക്കുന്നത്. ഈ 2019 ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. പ്രധാനമായും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ ലക്ഷ്യമെന്നുള്ളത് ടൂറിസ്റ്റുകൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകും വിധത്തിൽ ഇത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ വനംവകുപ്പ് ഒരു ഏകാധിപത്യ രീതിയിൽ ഈ ഒരു സ്ഥലം ഒന്നാകെ തീർച്ചയായും അത് തന്നെയാണ്. വനം വകുപ്പ് ഒരു ഏകാധിപത്യ നിലപാട് സ്വീകരിക്കുകയാണ്. ഇടുക്കി കുമളിയിൽ ഭക്തരാണ് ശരിക്കും ആശങ്കയിലാകുന്നത്.